പെട്ടെന്നൊരു നാടൻ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനാണ് ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എല്ലാ വെള്ളത്തിൽ കുഴച്ച ശേഷം ആ ചെറു ചൂടോടെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. ഇപ്പോൾ നന്ന മയം വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒട്ടും കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരിച്ചെടുത്തിട്ട് ഇത് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് റെഡി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതിന് ചെറിയ ചൂടുണ്ടാവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ വിരൽ കൊണ്ട് കുഴിയുണ്ടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും മിശ്രിതം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് എല്ലാ വശവും ഒന്ന് ഒട്ടിച്ച് കൈവച്ചൊന്ന് ഉരുട്ടി ബോളിൻ്റെ ഷേപ്പിലേക്കൊന്ന് ആക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം കൈവച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടുക. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ എല്ലാം തന്നെ നമ്മളിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് 10 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, സീ യു.